ഇത് നമ്മുടെ കാർ പോർച്ചിലെ ടാങ്കിൽ കിടക്കുന്ന 1 ഫീറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ജയന്റ് ഗുരാമിയാണ്. ഇതിലെ വെള്ളം കുറച്ച് മോശമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ചിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ്. സാധാരണ 2 രീതിയിലാണ് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളത്. തുടക്കത്തിലൊക്കെ ഞാൻ സബ്മേഴ്സിബിൾ പമ്പാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം ഇതിന് വാൽവ്, ഈ ടാങ്കിന് വാൽവ് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ടാർപോളിൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വാൽവ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം സബ്മേഴ്സിബിൾ പമ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏത് ടാങ്കിലാണെങ്കിലും നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടേജിലുള്ള സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം വറ്റിക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. തുടക്കത്തിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ സൈഫൺ യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് 1/2 ഇഞ്ചിൻ്റെ ഹോസ്. സബ്മേഴ്സിബിൾ പമ്പിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർക്ക് ഉണ്ട്. അതായത് നമുക്ക് എക്സ്റ്റൻഷൻ എടുക്കണം, അതുപോലെ തന്നെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കണം, ഹോസ് കണക്ട് ചെയ്യണം. അതായത് പമ്പ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള ചെറിയ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ അതിൻ്റെ ചെറിയ മടി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ സൈഫൺ യൂസ് ചെയ്യാറുള്ളത്. ആ ഹോസാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോസ് ലെവൽ ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഫോഴ്സ് വളരെ കുറവാണ്. മാത്രമല്ല നമ്മൾ കൈ കൊണ്ട് പിടിച്ച് ഹാൻഡിൽ ചെയ്യാനൊക്കെ നിൽക്കണം. അതുപോലെ തന്നെ അഴുക്കൊക്കെ വലിച്ച് കളയാണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ സൂക്ഷിക്കണം. ടാർപോളിൻ്റെ അവിടെയൊക്കെ സക്ഷം വന്നു കഴിഞ്ഞാൽ ടാർപോളിൻ ഡാമേജ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മീനുകളുടെ ശരീരത്തിൽ കൊള്ളാതെയൊക്കെ നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത്, ഇതുപോലെ ഉള്ള ഒരു PVC സൈഫൺ യൂസ് ചെയ്തിട്ട് ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. ഇത് നിങ്ങളിൽ പലരും ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതേസമയം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിസ്റ്റം യൂസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ചിന്ത നമുക്ക് വന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. മഴക്കാലത്തെ ലെവൽ വിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളം മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സൈഫൺ വഴി അത് പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഏകദേശം ഇവിടെയും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഓവർഫ്ലോ സൈഫൺ ആയിട്ടല്ല, വെള്ളം പുറത്തേക്ക് പോകുന്ന സാധാരണ നമ്മൾ ഹോസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആ സെയിം സംഭവം തന്നെയാണ്. ഹോസ് വെച്ച് നമ്മൾ കളയുമ്പോൾ വെള്ളം വലിഞ്ഞു പോകുന്ന സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ഹോസിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് PVC ആണെന്ന് മാത്രം. സത്യം പറയാലോ, ഇതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. തമിഴ്നാട്ടിലെ ഒരു ചേട്ടൻ ഇതുപോലെ മീൻ വളർത്തുന്നത്. പുള്ളിക്കാരൻ്റെ ഇതിൽ ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് ഗപ്പികളെ വളർത്തുന്നുണ്ട്. ആളും സൈഫൺ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഹോസിൽ വെള്ളം നിറച്ചിട്ട് സൈഫണായിട്ട് യൂസ് ചെയ്യുന്ന പരിപാടി. ആൾ അതൊരു ബോറിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി, സംഭവം ശരിയാണല്ലോ, നമുക്ക് അറിയാവുന്ന ഒരു പണിയൊക്കെ തന്നെയാണ് ഇത്. പക്ഷേ നമ്മുടെ മനസ്സിലൂടെ പെട്ടെന്ന് അത് പോയില്ല. കാരണം ഹോസിന് പകരം ഇങ്ങനെ ഒരു PVC വെച്ച് ചെയ്യാന്നുള്ളത്. ഞാൻ ഇത് ഈ ടാങ്കിന് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, കസ്റ്റമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കാണിക്കാം. ടാങ്കിൻ്റെ അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പീസുകളാണ്. ഞാൻ കട്ട് ചെയ്തെടുത്തൊന്നുമല്ല ഇപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട്. മുമ്പ് നമ്മൾ നമ്മുടെ ടാങ്കുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിട്ടിയിരുന്നതാണ്. അതിനകത്ത് നമ്മൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഫ്രെയിമിനകത്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ജോയിൻറ്റുകളും പീസുകളും എടുത്തുകൊണ്ട് വന്നൊന്ന് കണക്ട് ചെയ്ത് നോക്കിയതാണ്. നോക്കിയപ്പോൾ ഏകദേശം ഹൈറ്റൊക്കെ കറക്റ്റാണെന്ന് കണ്ടപ്പോൾ ഇത് ഉപയോഗിച്ച് വെള്ളം കളയാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇങ്ങനെ ഷോർട്ടായിട്ടൊരു സംഭവം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം ക്ലിയർ ചെയ്യാൻ പറ്റും ടാങ്കിനകത്ത്. എന്നിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുകിൽ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അപ്പോൾ അഴുക്ക് മുഴുവൻ വലിഞ്ഞു പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒരു 25%, 30% അല്ലെങ്കിൽ 50% വെള്ളമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒന്ന് അടിച്ചു കൊടുക്കുക. അടിക്കുന്ന സമയത്ത് വെള്ളം ഒന്ന് സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ സൈഫൺ വഴി വെള്ളം പുറത്തേക്ക് പൊക്കോളും. പെട്ടെന്ന് തന്നെ വെള്ളം കളഞ്ഞ് നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ എൻഡാണ് ഞാൻ ടാങ്കിനകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഒരു T ജോയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ T ജോയിൻ്റ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഹോൾ വരും. അപ്പോൾ മീനുകൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വല്ലാതെ സക്ഷൻ വരില്ല. ചില മീനുകൾക്ക് ശരീരം ഡാമേജ് ആവാറുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സക്ഷൻ വളരെ ഇതാണ്. അപ്പോൾ സിംഗിൾ ഹോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല സക്ഷൻ ആയിരിക്കും. ഇപ്പോൾ T ജോയിൻ്റ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഹോൾ വരും. അതുപോലെ തന്നെ അഴുക്ക് 2 ഹോൾ വഴിയും വലിഞ്ഞ് കയറാനായിട്ടും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ T ജോയിൻ്റ് ഇരിക്കുന്ന ആ ഒരു പീസ് കണ്ടില്ലേ, അത് നമ്മൾ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നതാണ്. നമ്മൾ ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം, അഴുക്ക് ഫുള്ളായിട്ട് വലിഞ്ഞ് വരാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ T ജോയിൻ്റ് കണക്ട് ചെയ്തേക്കണ എൽബോ കണ്ടില്ല, ആ എൽബോ വരെ വെച്ചാലും മതി ഈ ഫംഗ്ഷൻ വർക്ക് ആവാനായിട്ട്. പക്ഷേ നമ്മളിങ്ങനെ നീട്ടി ടീബോ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ T ജോയിൻ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത് ടാങ്കിൻ്റെ സെൻറ്ററിലേക്ക് അഴുക്ക് മുഴുവൻ വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഫോഴ്സിലാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. ഇതുപോലെ ഷോർട്ടായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് വെള്ളം പുറത്തേക്ക് പോകും. നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് തന്നെയായിരിക്കും വെള്ളം പോകുന്നത്. നിങ്ങൾക്കത് നീട്ടി കുറച്ച് ഡിസ്റ്റൻസിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വയറിങ്ങിൻ്റെ PVC ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 25 mm ആണ്. 1 സിംഗിൾ പീസായിട്ട് കിട്ടും, 3 മീറ്ററിൻ്റെ ഒക്കെ. അതൊക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അറ്റത്തേക്ക് നമുക്ക് കളയാം. അവിടെ നിന്ന് പിന്നെയും നമുക്ക് വേണമെങ്കിൽ T ജോയിൻ്റ് എൽബോ ഒക്കെ യൂസ് ചെയ്ത് തെങ്ങിൻ്റെ തടത്തിലേക്കൊക്കെ വെച്ച് കൊടുക്കാം. നീളം കൂടുന്തോറും ഇത് വെള്ളം പുറത്തേക്ക് പോകുന്നതിന് ഫോഴ്സ് കുറയാൻ സാധ്യതയുണ്ട്. പരമാവധി ഇങ്ങനെ ഷോർട്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞ് വെള്ളം പുറത്തേക്ക് പൊക്കോളും. ഉൾഭാഗത്ത് കണ്ടില്ലേ, നമ്മളിങ്ങനെ നേരത്തെ കാണിച്ച ആ T ജോയിൻ്റ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എൽബോ വരെ വെച്ചാലും മതി വെള്ളം പുറത്തേക്ക് പോകാനായിട്ട്. ഉള്ളിൽ നമ്മൾ എൽബോ കൊടുത്തിട്ടുണ്ട്. താഴത്ത് ഞാൻ പൊക്കി കാണിച്ചു തരാൻ, കണ്ടില്ല, ഇങ്ങനെ നീക്കി കാണിച്ചു തരാൻ, കണ്ടില്ല. താഴത്തേക്ക് പോയിട്ട് അവിടെ ഒരു എൽബോ ഉണ്ട്. ആ എൽബോ മാത്രം മതി വെള്ളം പുറത്തേക്ക് പോകാനായിട്ട്. പക്ഷേ നമ്മൾ സെൻറ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു T ജോയിൻ്റ് ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിതിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാണ് ആ ഒരു മാർബിളിൽ. ഇത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വെക്കാതെ നമുക്കൊരു സ്റ്റാൻഡ് പോലെ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ടാങ്കിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു T ജോയിൻറ്റും ആ PVCയും കണ്ടില്ല, അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണം കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് 2 സൈഡിലേക്കും T ജോയിൻറ്റ് നിൽക്കുന്ന രീതിയിൽ.
അങ്ങനെയാകുമ്പോൾ ഈ ഒരു സൈഫൺ നമുക്ക് ഒന്നിൻ്റെയും സപ്പോർട്ട് ഇല്ലാതെ സ്ട്രെയിറ്റ് ടാങ്കിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഇതുപോലെ വെള്ളം പോയി തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പുറത്തേക്കുള്ള എൽബോയിൽ എന്തെങ്കിലും കണക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഉള്ളിലേക്കും അങ്ങനെ തന്നെയാണ്. ടീ ജോയിൻറ്റിലേക്കുള്ള ഒരു കണക്ഷൻ വെള്ളം പോയി തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം വെള്ളം നിറയ്ക്കാനുണ്ട്. അപ്പോൾ വെള്ളം നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടാങ്ക് വേണം. ഇപ്പോൾ ഇതിനകത്ത് വെച്ച് തന്നെ എനിക്ക് ഫുള്ളായിട്ട് നിറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ മറ്റേ വലിയ ഔട്ട്ഡോർ ടാങ്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മൊത്തം സെറ്റപ്പ് വെള്ളത്തിലേക്ക് മുക്കിയതിലേക്ക് വെള്ളം നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു യു ഷേപ്പ് അല്ലെങ്കിൽ ഈ ആർച്ച് ഭാഗം മാത്രം നമ്മൾ ഡിസ്കണക്ട് ചെയ്തെടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് ഈ ഒരു സൈഫൺ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ടീ ജോയിൻറ്റും ആ ഒരു കണക്ഷൻ കണ്ടില്ലേ അത് കൊടുത്താൽ മതി. അതിൽ വെള്ളം നിറച്ച് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സംഭവം അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ എൽബോ വരെ നമ്മൾ ആദ്യം യൂസ് ചെയ്താൽ മതി. വെള്ളം പോയി തുടങ്ങിയതിന് ശേഷം ഈ എൽബോയിൽ നിന്ന് ഈ ടീ ജോയിൻറ്റിലേക്കുള്ള ആ ഒരു കണക്ഷൻ വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം എല്ലാത്തിലേക്കും ഈ സിസ്റ്റം മൊത്തം എടുത്ത് ഇതിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കാണുന്ന ടീ ജോയിൻറ്റും ഈ ഒരു പൈപ്പും നമ്മൾ വെള്ളം പോയി തുടങ്ങിയതിന് ശേഷം കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ടീ ജോയിൻറ്റിന് പകരം എനിക്ക് തോന്നുന്നു ഈ വയറിങ്ങിൻ്റെ PVC ആണെന്നുണ്ടെങ്കിൽ മറ്റേ പ്ലസ് ഷേപ്പിലുള്ള ജോയിൻറ്റ് കൂടിയും വരുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ 3 ഓപ്പൺ ഹോളുകൾ വരും. ഹോളുകൾ കൂടും തോറും അഴുക്ക് കൂടുതൽ വലിഞ്ഞു പോകാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ സക്ഷൻ്റെ പവറും കുറയും മൾട്ടിപ്പിൾ ഹോൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വളരെ നല്ലൊരു സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ട്രൈ ചെയ്ത് നോക്കുക. ഫ്രിഡ്ജ് ബോക്സിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഭൂമിക്ക് മുകളിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് വർക്കൗട്ട് ആവും. പോണ്ടുകളിലും അല്ലെങ്കിൽ ഭൂമി കുഴിച്ചിട്ടുള്ള പോണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സൈഫൺ സിസ്റ്റം ഒരിക്കലും വർക്ക് ചെയ്യില്ല. അവിടെ സബ്മേഴ്സിബിൾ പമ്പുകൾ തന്നെ യൂസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാങ്കിൻ്റെ കറക്റ്റ് ഡയമെൻഷൻ എടുത്തിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഔട്ട്ഡോർ ടാങ്കിൽ ഇതുപോലെ കസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കസ്റ്റം PVC പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ 2 സൈഡിലേക്ക് ഇതിപ്പോൾ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് ചെരിഞ്ഞ് വീഴും. അപ്പോൾ ഈ കാണുന്ന ഈ ടീ ജോയിൻറ്റിൻ്റെ ഈ ഭാഗമില്ലേ, ഇത് അപ്പുറത്തെ സൈഡിലും കൂടി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഈ കാണുന്ന എൽബോ ഉണ്ടല്ലോ, ആ എൽബോ നമ്മൾ മാറ്റിയിട്ട് അവിടെ ഒരു ടീ ജോയിൻറ്റ് കണക്ട് ചെയ്തിട്ട് ഈ ടീയുടെ സംഭവം അപ്പുറത്തെ സൈഡിലും കൂടി ഒരെണ്ണം കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു സ്റ്റാൻഡ് പോലെ നേരെ നമുക്കിങ്ങനെ ഇറക്കി വെക്കുന്ന ആ ഒരു സെറ്റപ്പിൽ ചെയ്യാം. അപ്പോൾ പിന്നെ ഇത് മറിഞ്ഞ് വീഴില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്കൊന്നും സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വാട്ടർ ചേഞ്ച് ചെയ്ത് വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മീനിനെ നമുക്ക് പിടിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. മീൻ ആ അടിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ മാർബിളിൻ്റെ അടിയിലായിട്ട് ഇതേ കണ്ടില്ലേ മീൻ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്ന് ആട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു സൈഫൺ സിസ്റ്റം അടിപൊളിയാണ്. നമ്മൾ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ഇനി വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു PVCയുടെ എന്താ പറയുക സൈഫൺ തന്നെയാണ് യൂസ് ചെയ്യാനായിട്ട് പോണത്. നമ്മൾ മറ്റേ അരേഞ്ചിൻ്റെ ഹോസാണ് യൂസ് ചെയ്യാറുള്ളത്. അത് യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഭയങ്കര സ്ലോ ആണ്. കുറച്ച് നീളമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്കാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് വെള്ളം പുറത്തേക്ക് പോകാറുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞില്ല, അത് കൺട്രോളിലൊന്നും നിൽക്കില്ല, നമ്മൾ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യണം. ഇതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത് വെള്ളം ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അഴുക്ക് വെള്ളം മുഴുവൻ ആ ടീ ജോയിൻറ്റ് വഴി പുറത്തേക്ക് പൊക്കോളും. നേരത്തെ പറഞ്ഞു സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. 2 സൈഡിലും നമുക്ക് ടീ ജോയിൻറ്റ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്നും സക്ഷൻ വരും. അപ്പോൾ മാക്സിമം അഴുക്ക് വെള്ളം പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ നിങ്ങൾ ഹോസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇനി അധികം ബുദ്ധിമുട്ടാനായിട്ട് നിൽക്കേണ്ട. ഈ ഒരു PVC കൊണ്ടുള്ള സൈഫൺ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ചെറിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ഒരു കണക്ഷൻ്റെ അവിടെ ഒരു നെറ്റ് കെട്ടി കൊടുത്തിട്ട് അല്ലെങ്കിൽ നെറ്റ് വെച്ചിട്ട് ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ മീനുകളൊന്നും ഹോസ് വഴി പുറത്തേക്ക് പോവില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ എടുക്കുന്ന ആ ടാങ്കിലും ഈ സിസ്റ്റം തന്നെയാണ് ഞാൻ ചെയ്യാനായിട്ട് പോണത്. അത് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. വയറിങ്ങിൻ്റെ PVC ആകുമ്പോൾ ലൈറ്റ് വെയിറ്റും ആണ്, അത് ചീപ്പുമാണ്. പ്ലംബിങ്ങിൻ്റെ PVC ആണെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പ്രൈസും കൂടുതലായിരിക്കും. അപ്പോൾ ഈ വയറിങ്ങിൻ്റെ PVCയും അതുപോലെ തന്നെ അതിൻ്റെ ജോയിൻറ്റുകളും വാങ്ങിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ടാങ്കിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ വേറെ ഹോസ് കാര്യങ്ങളൊന്നും ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സബ്മേഴ്സിബിൾ പമ്പും കൊണ്ടുവന്ന് നമ്മൾ ഈ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ വയർ വലിക്കാനും അതിൽ നിന്ന് ഹോസ് എടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ഗ്ലൂവും കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചില ജോയിൻറ്റുകളൊക്കെ നമ്മൾ വാട്ടർ ഫ്ലോ വന്നതിന് ശേഷമാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ഓവർഫ്ലോ സൈഫണും കാര്യങ്ങളൊക്കെ ടാങ്കുകളിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടും വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ സെയിം PVC സൈഫൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓർത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ ഹോസ് ഉപയോഗിച്ചിട്ടുള്ള സൈഫണിങ് സെറ്റപ്പ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായത് നന്നായി. അപ്പോൾ ഇനി നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിലെല്ലാം ഈ ഒരു PVC സൈഫൺ ഉപയോഗിച്ച് ഇനി ഈസി ആയിട്ട് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. മീനിൻ്റെ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള വലിയ സൈസ് ബ്ലാക്കുകളിൽ ഒന്നാണ്. ചിക്കനൊക്കെ അടിക്കുന്നത് കൊണ്ട് നല്ല ജിമ്മ് സൈസിലാണ് ഇരിക്കുന്നത്. മുകളിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. നോൺ വെജ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ പെട്ടെന്ന് ഗ്രോത്ത് വെച്ചത്. ഇത് ഫീമെയിൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മെയിലുകൾക്ക് തലയിൽ ഹമ്പ് ഉണ്ടായിരിക്കും, ഇതിൻ്റെ തലയിൽ ഹമ്പില്ല.
അത് ഫീമെയിൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ അടുത്ത ബക്കറ്റിൽ കിടന്നിരുന്ന കുറച്ച് ജയന്റ് ഗൗരാമികളെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതിൻ്റെ തലയിൽ അത്യാവശ്യം മുഴച്ച് നിൽക്കുന്ന ഹമ്പ് ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മെയിലുകളെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ തലഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലാറ്റ് ആണ്, അങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഒരു ഹമ്പില്ല. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ടാങ്കിനൊക്കെ കറക്റ്റായിട്ട് തന്നെ ഒരു പ്രോപ്പർ സൈഫൺ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലെ വാട്ടർ ചേഞ്ച് സമയത്ത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം. നിങ്ങൾ ഈ ഒരു PVC സൈഫൺ മെത്തേഡ് ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ജയന്റ് ഗൗരാമികളെ വാങ്ങിയ ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്.